അത് സത്യസന്ധമായിട്ട് നമ്മൾ ആലോചിക്കണം. ഓ പറഞ്ഞു തടിയാടാ ഇന്നേടാ എടാ ഈ തടിയെ ഇവ ഈ തടിയും വെച്ചോണ്ട് എന്നെ പിടിക്കുന്നല്ലേ. പ്രയാണം എടാ എത്ര ഓടാൻ പറ്റൂടാ? നമുക്ക് എത്ര ഓടാൻ പറ്റും നോക്കാം. എന്തൊരു സർഫായോ എന്തൊരു സർഫക്സാ കാണാൻ പറ്റിയില്ല. നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കില്ല. നമ്മളെ ഇതില് വഴിവെട്ടി വന്നവരാണ് കേട്ടോ ഈ ഗെയിമിന്റെ അകത്ത്. മനസ്സിലായില്ലേ? നമ്മളെ ഈ ഗെയിം എത്ര കേട്ടെന്ന് മരിച്ചടന്ന് കളിച്ചിട്ടുള്ളതാണ്. എന്റെ നാട്ടിലെ കുണ്ടാന്ന് എന്റെ അടുത്ത് പറയാൻ എനിക്കറിയാം. പിന്നെ അവന്റെ ബിഗിനിയറിന്റെ അടുത്ത് പറഞ്ഞ പോലെ പറഞ്ഞ കേട്ടോ, ഈ ചാടും ഇതോടും ഇത് കളിക്കും അറിയാം. പൊട്ടിയിട്ടില്ല അവിടെ. എടാ ഉത്തരവാദിത്തമില്ലാത്ത ഇതിലായിരിക്കും. എടാ എന്നെ പിടിക്കാൻ വാടാ, നീ വാ പോലീസുകാരെ അടിയാ ഓൻ തടിയ പുണ്ണെ. അത് പറ്റിയില്ല, നേരെ ശ്രദ്ധിച്ച്. ഇപ്പൊ എന്തായാലും നോക്കാം. എടാ 155 ഉള്ളടാ, 185 ഉള്ളു. 185 ഉള്ളടാ. ശേ 185 ഉള്ളു. യുടെ പ്രയാണം യുടെ പ്രയാണം. ട്രെയിൻ അൺലിമിറ്റഡ് ട്രെയിനേടാ. ഇവിടെ ആ ട്രെയിനിന്റെ മുകളിൽ കൊണ്ട് ഈ കോയിൽ വെതറിയത് എന്റെ ഒരു സംശയമാണ്. ചേട്ടൻ നിങ്ങൾ ഉത്തരം തരണം. കാരണം വെച്ചാലേ നമ്മൾ ഈ ട്രെയിനിൽ പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞാണ് ഈ പോലീസ് കാരണം അവന്റെ പട്ടി കൊണ്ടവനും കൂടെ എന്നെ അടിക്കാൻ ഓടിക്കണം, അവനെ പിടിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതല്ലേ സത്യം. അപ്പൊ ഈ ട്രെയിനിന്റെ മുകളിൽ ഈ കോയിനൊക്കെ വാരിയിട്ടവന് സീനില്ല. ഞാൻ ട്രെയിനിൽ കണ്ടുവന്ന് പടം വരച്ച അവന് കുഴപ്പം. എടാ ഇവിടുത്തെ ഇത് ശരിയല്ലടാ, ഈ ശരിയല്ല കേട്ടാ. ഈ ഗെയിം ഓൾറെഡിയേ ശരി. എടേ ഓ വരണം ഇങ്ങനെ ഇല്ല. എടാ ഇത് സത്യം പറഞ്ഞ ലോ തെറ്റാണ് ഈ ഗെയിമില്. എടാ ഈ റോട്ടിൽ കൊണ്ട് ഈ സ്റ്റാർ, ഈ നാണയവും ഈ ട്രെയിനിന്റെ മുകളിൽ ഓടൺ ട്രെയിൻ, ജനങ്ങളെ ജീവനുള്ള ട്രെയിനിന്റെ അകത്തൂടെ മറ്റേ കോയിനൊക്കെ എടുത്തിട്ട് ഇത് സീനില്ല. ഞാൻ അവിടെ മറ്റേ ചുമ്മാതെ കിടക്കുന്ന പഴകി എഞ്ചിൻ സഹിതം മറ്റേ ട്രെയിനിന്റെ കൽക്കരി മൊത്തം വറ്റി തീർന്ന ട്രെയിനിൽ കൊണ്ടുപോയിട്ട് ഇത്തിരി എന്തിനാണ് ചാകലോക ഇത്തിരി ഇത് എന്തിനാണ് പേര് മുറന്ന് മറ്റേ പെയിന്റ് ഇത്തിരി ആക്കിയ സീൻ ഇവിടെ. അത് കലയാണ്, ആർട്ടാണ്. മനസ്സിലായില്ലേ? എന്നാലും ട്രെയിൻ വരച്ചൂടെ? എന്നാലും ഇവ എന്താണ് ഈ ട്രെയിനിന്റെ മുകളിൽ കോയിൽ ഇട്ടോണ്ട് സീൻ ഇവിടുത്തെ തെറ്റുകളാ. എല്ലാം റിപ്പോർട്ട് ചെയ്യണം. എടാ പണ്ട് ചെയ്ത് ഓർത്തില്ലടാ. എടാ വലിയ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണടാ. നിങ്ങൾ ആലോചിച്ചു കേട്ടാ, തമാശയല്ല. അതായത് ഈ ട്രെയിനിന്റെ മുകളിലും ഈ ആകാശത്തും, ആകാശം വിട്, ആകാശത്ത് താഴെ ഓടൂലല്ല, പ്ലെയിൻ തട്ടൂലായിരിക്കും കേട്ടാ, അത്ര പൊക്കത്തിലല്ലേ ഉള്ളു. ഈ ട്രെയിനിന്റെ മുകളിൽ തറയിലൊക്കെ ഈ മറ്റേ കോയിനെടുത്ത് വെറുതെ ജനങ്ങളെ ഇത് ഒറ്റാവൂലടാ. എടാ എന്തായി? അത് വളരെ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു വിധാനം. ഉണ്ണയാണ് ഇവിടെ മൊത്തം ഇത് കൊണ്ട് വിതറിയിട്ടതല്ലേ. എടാ അത് എന്ത് ഒരു നാളെ നമ്മൾ ഒരു കാര്യം ഒറ്റ കാര്യം മറന്നുപോയി. എനിക്ക് അതിന്റെ സൗണ്ട് ഞാൻ ഒരു കാര്യം നോക്കിയോട്ടെ. ഈ സൗണ്ട് വേണ്ട. എനിക്ക് ഒരു സെക്കൻഡ് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അതിനുശേഷം കണ്ടിന്യൂ. എന്തോടാ ഇതൊക്കെ കുണ്ണേ. എടാ സൗണ്ട് ഇത്തിരി ഇതായടാ. ഗെയിമിന്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇട്ടാ കളിക്കാൻ പറ്റണ്ടടാ. പക്ഷേ ഇത്തിരി മൊബൈലൊക്കെ സ്ട്രീം ചെയ്യണോണ്ടാണ്. എന്തായാലും ബാക്കി ഓടാം. ഇപ്പൊ സൗണ്ട്, എടാ ഇപ്പൊ സൗണ്ട് ഇല്ലാത്തയാണ്ടാ നല്ലത്. എടാ സൗണ്ട് ഇല്ലാതെ കളിക്കുമ്പോഴാണ് പെർഫെക്റ്റ് സൗണ്ട് കിട്ടണം.
മനസ്സിലായില്ലേ? എന്റെ സൗണ്ട് ഇത് പരമാവധി എന്റെ സൗണ്ട് മാത്രം വെച്ചാലേ പറ്റൂ. ഗെയിമിന്റെ സൗണ്ട് പെർമനന്റ് ആയിട്ട് ഫുൾ ഓഫ് ചെയ്യണം. ഓ ഇല്ലേ നടക്കൂല, ഒരു പരിപാടി നടക്കൂല കേട്ടാ. അങ്ങനെയൊക്കെ തന്നെ. ഓ ഓ എടാ ഇതാണ് ഞാൻ അന്ന് ഇത് ഈ പുണ്ണ എടുത്ത് കളഞ്ഞ ഒരു കാരണം. ഇത്തിരി ഇതാണ് സൗണ്ടിന്റെ കാര്യം വരുമ്പോ ഇവന്മാര് ഇത്തിരി തേണിപ്പിത്തിരി ഇതാണ്, മോശമാണ്. എടാ എന്നാലും എന്റെ ചോദ്യം സത്യം പറഞ്ഞ കറക്റ്റ് ചോദ്യം ഉണ്ടോ, നിങ്ങളത് ആലോചിക്കണം. ആണോ വെച്ചാൽ ഈ ട്രെയിനിന്റെ മുകളിൽ കോയിൻ ഇട്ടാൽ കുഴപ്പമില്ല, തറയെ കോയിൻ വാരി വെതറിയാൽ കുഴപ്പമില്ല, താക്കോലി ഏവന്റെ വീട്ടിന്റെ ചാവിയാണോ ഇതൊക്കെ എടുത്തുകൊണ്ട് റോട്ടി ഇടണം. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ട്രെയിനിലെത്തി പെയിന്റ് അടിച്ച കുഴപ്പം. എടാ സത്യം പറഞ്ഞാൽ അതൊന്നും എന്ത് വലിയ ചോദ്യം ഇല്ലേ ഏടാ. അത് സത്യസന്ധമായിട്ട് നമ്മൾ ആലോചിക്കണം. എടാ നോക്കാം നോക്കാം, ഓടാ ഓടാ ഓടാ, പിന്നെ എന്ത് ഓടാൻ ഇത് പാടും, ഓടും ഞാൻ പിന്നെ. ഞാൻ ഓടടാ, അത്രേ ഉള്ളു, ഞാൻ ഓടും നോക്കിയോ. എടാ നേരത്തെ അത്ര 1000 അല്ലേ. എടാ നിനക്ക് എന്നെ പിടിക്കാൻ പറ്റൂല, സീരിയസ് ആയിട്ട് പറയണം. നീ തടി നീ പോയി ജിമ്മിൽ പോ, ഹിറ്റ് ജിമ്മ് ബ്രോ, ജിമ്മി നീ പോ, എന്നിട്ട് നീ എന്നെ തോട്. എവിടെ ജിമ്മിൽ പോവാതെ ഈ തടിയും വെച്ച് എന്റെ പിന്നാലെ ഓടി കിടന്ന് എന്ത് ബ്രോ, വൈ ബ്രോ. അവന്റെ എടാ നിന്റെ കൂടെ പട്ടി ഉണ്ടല്ലോ, അവൻ നിന്നെ പറ്റിക്കോണ് കേട്ടാ. എടാ നീ അവനെ വിറ്റേരെ, സീരിയസ് ആയിട്ടാണ് ബ്രോ. നീ എന്താണ് ആ പട്ടി എന്ന് പറയണോ, നിന്നെ ഊമ്പിച്ചോണ്ടിരിക്കണം. ആ പട്ടിയെ പ്രശ്നം വെച്ചാലേ, എടാ ഇവൻ തടിയനായോണ്ട് ഇവനൊരു ഹെൽപ്പിനല്ലേ ആ പട്ടി. ആ പട്ടിക്ക് പോലും ഓടാ എടാ. എടാ നിങ്ങൾ ആരെങ്കിലും പട്ടി പിടിച്ചിട്ടുണ്ടോ? പട്ടി എന്ത് അപരാധി അല്ലേ, അപരാധി എന്ന് വെച്ചാ അപരാധി. എടാ അപരാധി പട്ടിയടാ, അപരാധി അപരാധി, റിയൽ അപരാധി എന്ന് വെച്ചാൽ അപരാധിയടാ. സീരിയസ്ലി ചാറ്റ്, മുഴുത്ത അപരാധിയാണ് കേട്ടാ പട്ടി, മുഴുത്ത അപരാധി. അതിൽ ഒരു സംശയമില്ല. കാരണം നിങ്ങൾ ആലോചിക്കണം, എടാ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എടാ ഈ പട്ടി എന്ന് വെച്ചാൽ ഈ പോലീസുകാരനെ തടിയനായതുകൊണ്ട് ഇത്തിരി ഹെൽപ്പ് വേണം. ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന കുണ്ണാളെയും അല്ലെ ഇങ്ങനത്തെ ട്രെയിനിങ് പറ വെച്ചിടണമാരെ ഓടിക്കാം, അങ്ങനെ ഓടിക്കൂല. ഈ കോയിൻ വാരിട്ടാ ഒരു സീനുമില്ല, പെയിന്റ് അടിച്ചാൽ കുഴപ്പം. അങ്ങനെ ചെയ്യണമാരെ പിടിക്കാനായിട്ടാണ് ഈ പട്ടിയും പോലീസും. ഇവിടെ എന്നിട്ടാ പട്ടിക്ക് സ്പീഡില്ലടാ. എടാ റിയലി ഞാൻ പറയുവാണ്, എടാ പോലീസുകാരൻ നീ ഇപ്പൊ കേൾക്കുവാണേ ബ്രോ, ആ കുണ്ണ പട്ടി നിന്നെ ഊമ്പിച്ചോണ്ടിരിക്കുകയാണ്. അവനെ നീ ആദ്യം വിൽക്കി, കിട്ടണ വില അവനെ വിറ്റിട്ട് നീ നല്ല അന്തസ്സായിട്ട് ഓടാൻ കഴിവുള്ള പട്ടീനെ പിടി. മനസ്സിലായില്ലേ? ഓടാൻ കഴിവുള്ള പട്ടീനെ നീ വാങ്ങിയിര്, അതാണ് അന്തസ്. മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് ഈ ട്രെയിനിന്റെ മുകളിൽ കോയിനുള്ളവനെയും കിട്ടും, നീ പെയിന്റ് അടിക്കാനും ആരും സമ്മതിക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഗെയിമും എല്ലാം ഡിലീറ്റ് ചെയ്യും, അപ്പൊ എല്ലാം കൊണ്ട് നന്നായി വരും. അത് സത്യം പറഞ്ഞോടാ, ഇവിടെ എന്നാലും അത് എന്ത് പരിപാടികളാ. ആ പട്ടി എന്ത് അപരാധി, കൊള്ളഞ്ഞ ഇപ്പോഴാണ് ആലോടെ. നമ്മൾ ഈ ഗെയിമൊക്കെ കുഞ്ഞായിരിക്കുമ്പോ കളിക്കുമ്പോൾ നമ്മൾ ആ ഒരു വൈബിലങ്ങ് എടുക്കും. ഇപ്പൊ കളിക്കുമ്പോഴാണ് മനസ്സിലായില്ല ആ ഒരു ഇതുടാ, എന്ത് വലിയ ചിന്തയാടാ അത്. ഓ ഓ പട്ടി, എടാ അവനാണ് എന്റെ പട്ടിയായിരുന്നു, അവന്റെ ഉണ്ട ഞാൻ ഇടിച്ചേനെ. ഇവിടെ അപരാധിയടാ അവൻ, മുഴുത്ത കുണ്ണ. ഇവിടെ അവൻ എന്തോന്ന്, എടാ അവൻ പറ്റിക്കണം, അവന്റെ യജമാനായിട്ടുള്ള പോലീസുകാരനെ അവൻ പറ്റിക്കോണ്ടറാ, അന്തസ്സില്ലാത്തോയി. എത്ര ആൾക്കാർ ഇതേപോലെ പെയിന്റ് അടിച്ച് ഓടിക്കൊണ്ട് കിടക്കണ്. എടാ ചുമ്മാ അല്ലടാ, പോലീസുകാരനെ ഒന്നും പറയണ്ടടാ. എടാ പോലീസുകാരൻ ജിമ്മിൽ പോയ സെറ്റാകുന്നുള്ളൂ. ആ പട്ടി തിന്ന് കൊഴുത്ത് അവന് കുണ്ണെ കയറി, മനസ്സിലായില്ലേ? കൊഴുപ്പ് കൂടി, കുണ്ണെ കൊഴുപ്പ് കൂടിടാ പട്ടിക്ക്. അവൻ പട്ടി അവന്റെ. എടാ സോറിടാ പോലീസുകാരെ, സോറിടാ പോലീസുകാരെ, ആ പട്ടിയാണടാ അപരാധി, ആ പട്ടിയാണ് അപരാധി, നീ അല്ലടാ. സോറിടാ പോലീസുകാരെ. എടാ ഇതൊക്കെ എന്ത് വലിയ ചിന്തകളാടാ അല്ലേടാ. ഞാൻ സീരിയസ്ലി പണ്ട് നമ്മൾ കളിക്കുമ്പോ ചിന്തിക്കൂല, നമ്മൾ ചിന്തിക്കൂലടാ. ഓ ഇതൊക്കെ എന്ത് വലിയ ചിന്തകളാണ്. ഓ ആ പട്ടി, അവനെ എനിക്ക് ഇപ്പോഴും ദേഷ്യം തോന്നറാ അവന്റെ അടുത്ത്, ആ പട്ടീന്റെ അടുത്ത്. ഇവിടെ പോടാൻ തോന്നയില്ലാത്തവനെ പട്ടി, യജമാനെ പറ്റിക്കണോ പട്ടി, പട്ടീരെ പട്ടി. എന്തായാലും നമുക്ക് നോക്കാൻ ചാ. എടാ എടാ പറഞ്ഞു എടാ ഇത് എടാ